I'm talking about interoperability between different applications or devices, which are HL7, ASTM, or FIRE. So, what is interoperability? എന്താണ് interoperability എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറിലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് interoperability ഇതിൽ ability ആയി കണക്കൂട്ടാം it is an ability of smart technical components or systems or devices to communicate with each other or working together എന്നൊക്കെ പറയുകയാണെങ്കിൽ they can connect each other, share data each other, and they can pass data and communicate with each other. ഇതെങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാം ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസ് ഓഫ് കോമൺ സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ അവൈലബിൾ ഇൻ ഇൻഡസ്ട്രിയിലുള്ള കോമൺ സ്റ്റാൻഡേർഡ്സ് വെച്ച് നമുക്ക് ഈ ഇന്റർഓപ്പറബിലിറ്റീസിനെ അച്ചീവ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഈ സ്ലൈഡിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഗോൾ ഓഫ് ഹെൽത്ത് കെയർ ഇന്റർഓപ്പറബിലിറ്റി ഈസ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ആൻഡ് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി പേഷ്യൻറ്റ്. അപ്പോൾ ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ ഡിവൈസസും അല്ലെങ്കിൽ സിസ്റ്റം തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഓവറോൾ പേഷ്യൻ്റെ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസിനെ മെച്ചപ്പെടുത്തുക. ഇതാണ് ഇന്റർഓപ്പറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഗോയിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് സീംലെസ് ഡാറ്റ എക്സ്ചേഞ്ച്. ഞാൻ പറഞ്ഞു ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത് ഡിവൈസസ്, മെഡിക്കൽ ഡിവൈസസ് സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇന്റർഓപ്പറബിലിറ്റി. ഡാറ്റ ഷെയർ ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ എക്സ്ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ഹെൽത്ത് കെയറിൽ ഒരു ഡാറ്റ എന്ന് പറയുന്നത് വേരിങ് മീനിങ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു പേഷ്യൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ആവാം, ഹിസ്റ്ററി ആവാം, പേഷ്യൻ്റ് റെക്കോർഡ്സ് ആവാം, ടെസ്റ്റ് റിസൾട്ട് ആവാം, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ആവാം. ഇതൊക്കെയാണ് ഒരു ഹെൽത്ത് കെയറിലെ ഡാറ്റ എന്ന് പറയുന്നതിൻ്റെ മീനിങ്സ്. ഈ ഡാറ്റയൊക്കെ പല മെഡിക്കൽ ഡിവൈസുകളായിരിക്കും ഉണ്ടാവുക. മെഡിക്കൽ ഡിവൈസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ EHR, എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം LIS എന്ന് പറയുമ്പോൾ ലാബിലുള്ള മെഷീൻസ്, ഇതിനൊക്കെയാണ് LIS എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ഓർ ഈവൻ വിയറബിൾ ഹെൽത്ത് ടെക്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഡിവൈസസിലായിരിക്കും ഈ വേരിയിങ് ഡാറ്റാസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സീംലെസ് ഡാറ്റ എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്? ഈ സീംലെസ് ഡാറ്റ നമുക്ക് എൻഷുർ ചെയ്യുന്നത് റിയൽ ടൈം ആയിട്ട് നമുക്ക് ഡാറ്റ ഇവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സീംലെസ് ഡാറ്റ എന്താണ്? സീംലെസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സ്മൂത്ത് ഓർ അൺഇൻറ്ററപ്റ്റഡ് എഫേർട്ട്ലെസ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, പ്ലാറ്റ്ഫോംസ് ഓർ എൻറ്റിറ്റീസ്. ഡിഫറെൻറ്റ് സിസ്റ്റം തമ്മിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം തമ്മിൽ ഒരു എഫേർട്ട് ഇല്ലാണ്ട്, ഒരു ഇൻട്രപ്ഷൻ ഇല്ലാണ്ട് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുക. ഇതിനാണ് സീംലെസ് എന്ന് പറയുന്നത്. ഒരു ഒബ്സ്റ്റക്കിളും ഒരു ഇൻട്രപ്ഷൻസും ഒരു ഇൻകൺസിസ്റ്റൻസീസ് ഇല്ലാതെ ഡാറ്റ ഷെയർ ചെയ്യുന്നതാണ് സീംലെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് കെയറിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഡാറ്റ എക്സ്ചേഞ്ചിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു ഹെൽത്ത് കെയറിൽ ഇന്റർഓപ്പറബിലിറ്റിയുടെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ സീംലെസ് ഡാറ്റ എക്സ്ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഗോയിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ കീ സ്റ്റാൻഡേർഡ്സ് ടു അച്ചീവ് ഇന്റർഓപ്പറബിലിറ്റി. ഇന്റർഓപ്പറബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. പക്ഷേ മോസ്റ്റ് ക്രൂഷ്യൽ അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് HL7, ASTM, FIRE ആണ്. ഇവ മൂന്നാണ് ഇന്റർഓപ്പറബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് മോസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ HL7 അഥവാ ഹെൽത്ത് ലെവൽ 7, ഇറ്റ് ഈസ് ആൻ internationally recognized standard for exchanging, sharing or retrieval of health informations. നമ്മുടെ പേഷ്യൻ്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ഹെൽത്ത് ലെവൽ 7 എന്ന് പറയുന്നത്. ആൾസോ ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഷെയറിംഗ് ഓഫ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റ ബിറ്റ്വീൻ വേരിയസ് ഹെൽത്ത് കെയർ ഡിവൈസസ്. So it is a short for HL7.
പിന്നെ ASV പറയുകയാണെങ്കിൽ it is an another recognized it is a globally recognized standard for achieving interoperability. ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ്. ഈ ഒരു ASTM ഫോക്കസ് ചെയ്യുന്നത് അവർ ഷെയർ ചെയ്ത ഡാറ്റയുടെ ക്വാളിറ്റിയും പെർഫോമൻസ് ഒക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഒരു FHIR അഥവാ ഫാസ്റ്റ് ഹെൽത്ത് കെയർ ഇന്റർഓപ്പറബിലിറ്റി റിസോഴ്സസ്. ഇതൊരു മോഡേൺ അപ്രോച്ചായിട്ട് നമുക്ക് കണക്കൂട്ടാം. HL7 ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ FHIR എന്ന് പറഞ്ഞ പുതിയൊരു പ്രോട്ടോക്കോൾ. It is designed to facilitate interoperability and data exchange between various healthcare system applications or devices. So I will be talking detail about coming slides. And what is HL7? HL7 is Health Level 7 is an internationally recognized standard in healthcare data exchange. Also, it makes the interfacing process smoother. അതെങ്ങനെ വെച്ചാൽ ഈ HL7 വെറൈറ്റീസ് ഓഫ് വേർഷൻസ് ഉണ്ട്. V2, V3 ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. പക്ഷേ നമ്മുടെ ഹെൽത്ത് കെയറിൽ V2 ആണ് കോമണായിട്ട് യൂസ് ചെയ്യുന്നത്. HL7 V2 is mostly widely used version in HL7 standard. It consists of series of defined messages or types that defines the format and the content of messages exchanged. ഡാറ്റ ഷെയർ ചെയ്യുന്ന ഡാറ്റ എക്സ്ചേഞ്ചിൽ യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് മെസ്സേജ് ആയിരിക്കും HL7 ഉണ്ടാവുക. അതിൽ അതിൻ്റെ ടൈപ്പും അതിൻ്റെ ഫോർമാറ്റൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദീസ് മെസ്സേജസ്, ഈ സീരീസ് ഓഫ് മെസ്സേജ് ഒക്കെ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഫോർമാറ്റ് ആയിരിക്കും. ഓഫൻ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് പൈപ്പ് സ്ട്രക്ചർ അല്ലെങ്കിൽ പൈപ്പ് ഡെലിമിറ്റർ. ഈ HL7 V2 മെസ്സേജസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. സെഗ്മെൻറ്റ്സ് എന്ന് പറയാനൊക്കെ ലൈക്ക് PID, പേഷ്യൻ്റ് ഇൻഫർമേഷൻ കാണിക്കാനായിട്ടൊരു PID സെഗ്മെൻറ്റ്, അതേപോലെ ഓർഡറിന് വേണ്ടിയിട്ടൊരു ORC സെഗ്മെൻറ്റ്. സോ ടോക്കിംഗ് അബൌട്ട് HL7 മെസ്സേജ് സ്ട്രക്ചർ പറഞ്ഞു. HL7 ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സെഗ്മെൻറ്റ് വെച്ചിട്ടാണ്. ഇതിൽ HL7 ഒരു മെസ്സേജ് സ്ട്രക്ചർ ഉണ്ട്. ഇതൊരു പ്രോട്ടോക്കോൾ ആണല്ലോ, അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു മെസ്സേജിന് സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നത് ഒരു 4 സെഗ്മെൻറ്റാണ് കാണിച്ചത്: MSH, PID, OBX, OBR. നമുക്കൊരു HL7 ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ അതൊരു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റാണ്. വേറെ സെഗ്മെൻറ്റ്സ് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റാണ് HL7 എന്ന് പറയുന്നത്. ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഒരു ഫീൽഡിൻ്റെ സീക്വൻസ് ആയിട്ട് കണക്കൂട്ടാം. ഒരു സെഗ്മെൻറ്റ് കണ്ടെയ്ൻസ് വേരിയസ് ഫീൽഡ്. ഓരോ ഫീൽഡിലും മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ് വരാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ MSH, മെസ്സേജ് ഹെഡർ സെഗ്മെൻറ്റ്. ഒരു മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു മെസ്സേജ് ഹെഡർ സെഗ്മെൻറ്റ് ആയിരിക്കും HL7 പാസ് ചെയ്യാം. ഇതിൻ്റെ എന്തായിരിക്കും ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ ഏത് മെഷീനാണ് എന്താണ് സെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഹെഡർ സെഗ്മെൻറ്റ് ഉണ്ടാവും, ഒരു ഹെഡർ പോലെ. പിന്നെ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് കാണുന്നത് PID, പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ. ഈ ഒരു സെഗ്മെൻറ്റിൽ തരുന്നത് പേഷ്യൻ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കും. ഒരു പേഷ്യൻ്റ് ഇൻഫർമേഷൻ ആയിരിക്കും ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. അടുത്തത് OBX എന്ന് പറയുന്നത് ടെസ്റ്റ് ഒബ്സർവേഷൻ റിപ്പോർട്ട് ഇൻഫർമേഷൻ അബൌട്ട് റിസൾട്ട്. ഒരു റിസൾട്ടിന് ഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടിന് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് OBX സെഗ്മെൻറ്റിൽ കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 0.869 പറഞ്ഞ ഒരു വാല്യൂ കാണാം. അതിന് യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇതൊരു ടെസ്റ്റിൻ്റെ വാല്യൂ ആണ്. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10045 പറഞ്ഞ ടെസ്റ്റ് ആയിരിക്കും. ഈ ടെസ്റ്റ് ചിലപ്പോൾ അതൊരു ഗ്ലൂക്കോസ് ആവാം, അല്ലെങ്കിൽ ഒരു പൊട്ടാഷ്യം ടെസ്റ്റ് ആവാം. ഓക്കെ, ചിലപ്പോൾ ഒരു യൂണിറ്റ്, ചിലപ്പോൾ ഒരു ന്യൂമറിക്ക് വെച്ചിട്ടായിരിക്കും ഒരു ടെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസിനാണെങ്കിൽ ചിലപ്പോൾ GLU എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ OBR എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ഇൻഫർമേഷൻ, ഒരു റിക്വസ്റ്റ് ചെയ്യുന്നതിന് ഇൻഫർമേഷൻ ആണ് OBR സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ബേസിക് HL7 മെസ്സേജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റിസൾട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ, ഒരു ലാബ് മെഷീന് റിസൾട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു പേഷ്യൻ്റ് ഡാറ്റ ഉണ്ടാവും, ആ പേഷ്യൻ്റ് റിസൾട്ട് ഉണ്ടാവും, ഏത് ടെസ്റ്റാണെന്നൊക്കെ ഉണ്ടാവും.
ആ പേഷ്യൻ്റ് ഏത് ഡാറ്റ ആരാണ് സെൻഡ് ചെയ്യുന്നതൊക്കെയുള്ളത് മെസ്സേജ് ആയിട്ടുള്ളത് കൊടുക്കും. ഏത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ PID സെഗ്മെൻറ്റിൽ കൊടുക്കും. പിന്നെ എന്താണ് റിസൾട്ട് എന്നൊക്കെ ഉള്ളത്, ഏത് ടെസ്റ്റിന് എന്ത് റിസൾട്ടാണെന്നൊക്കെ ഉള്ളത് നമ്മൾ OBX സെഗ്മെൻറ്റിൽ കൊടുക്കും. ഇതൊക്കെയാണ് ഒരു ബേസിക് HL7 മെസ്സേജ് സ്ട്രക്ചർ. അപ്പോൾ ഒരു HL7 എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. So going on to the next slide. What is ASTM? എന്താണ് ASTM എന്ന് ഉദ്ദേശിച്ചത്? എന്താണ് ASTM എന്ന് പറഞ്ഞാൽ? ASTM അഥവാ അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് മെറ്റീരിയൽസ്. ഇതൊരു HL7 പോലെ തന്നെ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. ഡാറ്റ ഷെയർ ചെയ്യാനും, പക്ഷെ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ആ ഡാറ്റയുടെ ക്വാളിറ്റിയും അതിൻ്റെ സെക്യൂരിറ്റി, സേഫ്റ്റി ഇതൊക്കെയാണ് ASTM ഫോക്കസ് ചെയ്യുന്നത്. ASTM HL7 പോലെ തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഷൻ എന്ന് പറയുന്നത് ASTM E1394 ആണ്. ASTM E1394 is a standard specification for transfer digital data between various healthcare devices. ഈ ഒരു ASTM E1394 സ്പെസിഫൈ ചെയ്യും സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആൻഡ് ഫോർമാറ്റ്സ് ഫോർ ഡാറ്റ. ASTM പ്രോട്ടോകോൾ വഴി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റസൊക്കെ ഒരു സ്പെസിഫിക് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടോ, അതേപോലെ തന്നെ സ്പെസിഫിക് ഫോർമാറ്റ്സ് ഉണ്ടാവും ഈ മെസ്സേജസിനൊക്കെ. അങ്ങനെ അച്ചീവ് ചെയ്യുന്നതാണ് ASTM E1394. So going on to the ASTM റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ASTM എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിലൊക്കെ ASTM യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ASTM E1238, അതേപോലെ വേറെ വേർഷനാണ്. ക്ലിനിക്കൽ ലബോറട്ടറിയിലൊക്കെ E1381 ഒക്കെ നമ്മൾ ക്ലിനിക്കൽ അല്ലെങ്കിൽ ലബോറട്ടറി LIസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ASTM. ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ക്ലിനിക്കൽ ലബോറട്ടറി ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതേപോലെ നെക്സ്റ്റ് ASTM F2314. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബയോളജിക്കൽ എവാലുവേഷൻ ഓഫ് മെഡിക്കൽ ഡിവൈസസ്. ഇതെന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ മെഡിക്കൽ ഡിവൈസസിൻ്റെ ബയോ കമ്പാറ്റബിലിറ്റിയാണ് ഈ ഒരു ASTM ഫോക്കസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ യൂസിന് ഇത് സ്യൂട്ടാണോ നോക്കാനാണ് ഈ ASTM യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ ASTMൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ടോക്കിംഗ് അബൌട്ട് ASTM മെസ്സേജ് സ്ട്രക്ചർ. ഞാൻ നേരത്തെ ഒരു HL7 മെസ്സേജ് സ്ട്രക്ചർ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. ഇതാണ് ഒരു ASTMൻ്റെ മെസ്സേജ് സ്ട്രക്ചർ. ഇതിന് മറ്റേതുപോലെ ഹെഡർ, മറ്റേ HL7 MSH ആണെങ്കിൽ ഇതിനൊരു ഹെഡർ സെഗ്മെൻ്റ് ആണ് ഉണ്ടാവുക. ഹെഡർ H എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, പേഷ്യൻ്റ് ഇൻഫർമേഷൻ P, ടെസ്റ്റ് ഓർഡർ ഇൻഫർമേഷൻ Q, റിസൾട്ട് ഇൻഫർമേഷൻ R, L എന്ന് പറഞ്ഞൊരു ടെർമിനേറ്റർ സെഗ്മെൻ്റ് ആണ്. ഇതും HL7 പോലെ തന്നെ ഓരോ ഫ്രെയിമിൽ നമുക്ക് ഓരോ റെക്കോർഡായിട്ട് കണക്കൂട്ടാം. ഓരോ ഫ്രെയിമിലും മൾട്ടിപ്പിൾ ഫീൽഡ് ഉണ്ട്. ഓരോ ഫീൽഡിലും അല്ലെങ്കിൽ സ്പെസിഫിക് ഫീൽഡിന് മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉണ്ട്. ഇപ്പോൾ H എന്ന് പറയുന്നത് ഹെഡർ സെഗ്മെൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലബോറട്ടറി മെഷീൻ ഒരു റിസൾട്ട് പ്രൊസീജിയർ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ASTM യൂസ് ചെയ്തൊരു പ്രോട്ടോക്കോൾ ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റായിരിക്കും ഉണ്ടാവുക. അതിൽ ഹെഡർ സെഗ്മെൻറ്റിൽ കൊബാസ് E4 ലെവൽ 1 ഇതൊരു സിസ്റ്റത്തിൻ്റെ പേരാണ്. ഈ ഒരു സിസ്റ്റമാണ്, ഈ ഒരു അനലൈസറാണ് റിസൾട്ട് സെൻഡ് ചെയ്യുന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് ഹെഡർ സെഗ്മെൻറ്റിൽ കൊടുക്കുന്നത്. അടുത്തത് പേഷ്യൻ്റ്. ഏത് പേഷ്യൻ്റ് ടെസ്റ്റ് റിസൾട്ടാണ് അയക്കുന്നത് എന്നുള്ളത് കണ്ട. ഇപ്പോൾ റിജുന പറഞ്ഞൊരു പേഷ്യൻ്റെ ടെസ്റ്റ് റിസൾട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള. പിന്നെ അതേപോലെ ടെസ്റ്റ് ഓർഡർ ഇൻഫർമേഷൻ, എന്ത് ടൈപ്പ് ടെസ്റ്റാണ്, സാമ്പിൾ ടെസ്റ്റാണ്, നോർമലാണെന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഈ ഒരു കുറിയിൽ പറയുന്നത്. പിന്നെ റിസൾട്ട് കാണുമ്പോൾ 0.39 എന്ന് പറഞ്ഞ റിസൾട്ടാണ് BIDD പറഞ്ഞ ടെസ്റ്റ്. ഈ BIDD ടെസ്റ്റ് എന്നുള്ളത് വേറെ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ASTMൻ്റെ ഒരു മെസ്സേജ് സ്ട്രക്ചർ. ഇപ്പോൾ ഒരു ASTM പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടൊരു മെഷീൻ അല്ലെങ്കിൽ അനലൈസർ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും വരിക. ഇത് HL7 പോലെ തന്നെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ഫോർമാറ്റാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു സ്പെസിഫിക് റെക്കോർഡ്സ് ആൻഡ് ഫീൽഡ് where each field have ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, സോ ASTM എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അവർ ഫൈനൽ അപ്രോച്ച് ഈസ് ദി
FHIR or Fast Healthcare Interoperability Resources. അതിൻ്റെ പേരിലുണ്ട് ഇൻ്റർഓപ്പറബിലിറ്റി. അപ്പോൾ ഇത് ഇൻ്റർഓപ്പറബിലിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയും ഡാറ്റ ഷെയറിങ് കൂടുതൽ ഈസി ആക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു മോഡേൺ അപ്രോച്ചാണ്. ഇത് ഡിറൈവ് ചെയ്തേക്കുന്നത് HL7 എന്നാണ്. HL7ൻ്റെ പ്രീവിയസ് സ്റ്റാൻഡേർഡ്സിനൊക്കെ ഡിറൈവ് ചെയ്തതാണ് ഈ ഒരു FHIR അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. It is a next generation standard developed by HL7 for exchanging healthcare information electronically. Also, it promotes interoperability by providing standardized APIs and data exchange methods, enabling different systems to easily communicate and share healthcare information. ഇതിനൊരു മോഡേൺ അപ്രോച്ച് കൊണ്ട് തന്നെ ഒരു APIയും JSON XML ഫോർമാറ്റൊക്കെയാണ് ഈ ഒരു ഫയർ മെത്തഡ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഹെൽത്ത് കെയർ ഡിവൈസസും സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അത് ഈസിയാക്കുന്നു. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇതിന് വൈഡ് സ്പ്രെഡ് ആയിട്ട് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മോഡേൺ അപ്രോച്ച് കൊണ്ട് തന്നെ. ഇത് ഇൻ്റർഓപ്പറബിലിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയും എൻഹാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു FHIR റിസോഴ്സസ് ഡിഫൈൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ ഡാറ്റ. FHIR റിസോഴ്സസ് ഒരു ഹെൽത്ത് കെയർ ഡാറ്റയുടെ വേരിയസ് ആസ്പെക്ട്സിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സച്ച് എസ് പേഷ്യൻ്റ് ഡെമോഗ്രാഫിക്സ്. പേഷ്യൻ്റ് ഡെമോഗ്രാഫിക് എന്നൊക്കെ പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ഇൻഫർമേഷൻസ്, പിന്നെ ക്ലിനിക്കൽ ഒബ്സർവേഷൻസ്, പേഷ്യൻ്റ് മെഡിക്കേഷൻസ്, ഇതൊക്കെയാണ് FHIR റിസോഴ്സസ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു FHIRൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന FHIRൻ്റെ ഒരു മെസ്സേജ് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് JSON സ്ട്രക്ചർ. ഇതൊരു റിസോഴ്സ് ടൈപ്പ് ഉണ്ട്, ഒരു ID ഉണ്ട്, ഒരു ഐഡൻറ്റിഫയർ ഉണ്ട്, ഒരു നെയിം ഉണ്ട്, ജെൻഡർ ഉണ്ട്, ബർത്ത് ഡേറ്റ് ഒക്കെ ഉണ്ട്. This FHIR message represents a patient resource with the basic information such as identified name, gender, and birth date. Each FHIR message, ഓരോ FHIR മെസ്സേജിനും ഒരു സ്പെസിഫിക് റിസോഴ്സ് ടൈപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന സ്പെസിഫിക് റിസോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് ആണ്. അതേപോലെ വേറെ പ്രാക്ടീഷണർ, ഒബ്സർവേഷൻ ഒക്കെ ആവാം. ഈ റിസോഴ്സ് ടൈപ്പ് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ FHIR മെസ്സേജിനും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ റിസോഴ്സസ് ടിപ്പിക്കലി ഹാവ് എൻ ID ഫീൽഡ് ടു യൂണിക്കലി ഐഡൻറ്റിഫൈ ദാറ്റ് പർട്ടിക്കുലർ റിസോഴ്സ് ഇൻസ്റ്റൻസ്. ഓരോ പർട്ടിക്കുലർ FHIR റിസോഴ്സ് ഇൻസ്റ്റൻസിനെയും നമുക്ക് ഈ ഒരു ID വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ FHIR അതേപോലെ തന്നെ ഒരു API സ്ട്രക്ചറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. API യൂസ് ചെയ്തിട്ടൊക്കെയാണ് FHIR നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് FHIR മെസ്സേജ്. സോ ഒരു FHIR ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഉദ്ദേശിക്കുന്നു. So I am concluding my topic by saying that the interoperability which is achieved by ASTM HL7 FHIR has significantly impacted the healthcare industry by greater connectivity, data exchange between various healthcare devices, and also it improved the efficiency by reducing duplication of errors and minimizing manual entries, which is leading to increased efficiency. And also users have experienced seamless interactions with the system, which reduce complexity and improving usability, which enhances user experience. So thank you.